പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ ലക്ഷ്യം യേശു എവിടെയിരിക്കുന്നുവോ യേശുവിനോടൊപ്പം നമ്മെയും ഇരുത്തുവാനായി നമ്മെ കൂട്ടിക്കൊണ്ടു പോകുക എന്നതാണ് യേശുവിൻ്റെ ലക്ഷ്യം. അതാണ് യേശു പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്ന്. ഈ ലോകത്തിൻ്റെ വേദനകളിലും കഷ്ടപ്പാടുകളിലും നാം നിരാശപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാരണം സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ്. 1 കൊറിന്ത്യർ 15-ാം അധ്യായം 19 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ് എന്ന്. നശ്വരമായ ഈ ലോക ജീവിതത്തിനപ്പുറം അനശ്വരമായ ഒരു ജീവിതം നമുക്കുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം വളരെയേറെ ചിന്തിക്കേണ്ട ഒരു തിരുവചനമാണിത്. ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കാറുണ്ട്. അതിനുള്ള ചികിത്സകൾ നാം തേടാറുണ്ട്. രോഗം വിമുക്തമാക്കാനായിട്ട് പരിശ്രമിക്കുവാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആത്മാവിൻ്റെ രോഗങ്ങളെക്കുറിച്ച് നാം ആരും തന്നെ ഗൗരവത്തിൽ ചിന്തിക്കാറില്ല. ആത്മാവിന് രോഗം ബാധിച്ചാൽ ആത്മനാശത്തിലേക്കാണ് അത് നീങ്ങുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവും വാശിയും വെറുപ്പും പ്രതികാര ചിന്തകളും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളുമെല്ലാം നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന വലിയ വലിയ രോഗങ്ങളാണ്. അത് മുളയിലെ നുള്ളിക്കളഞ്ഞില്ല എങ്കിൽ നാം ആത്മനാശത്തിലേക്കാണ് പോകുന്നത് എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഹൃദയവിശുദ്ധി വരുത്തിയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. നിത്യതയിൽ ദൈവത്തോടൊത്ത് വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി വേണം. ഹൃദയവിശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, നാം എപ്രകാരം ജീവിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആത്മരക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മാക്കളെ രക്ഷിക്കുക എന്ന ചിന്തയോടെ അനുദിനം ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.